കൈവിരലുകൾ ഒന്നും തന്നെ അനക്കാൻ പറ്റൂല, എല്ലാ വിരലുകളും ഇങ്ങനെ തളർച്ച ബാധിച്ച്. ആദ്യകാലങ്ങളിലൊക്കെ പിന്നെ ഇങ്ങനെ ഈ അസുഖം തുടക്കത്തിലെന്ന് പറഞ്ഞാൽ ഒത്തിരി വീഴുമായിരുന്നു. ഇപ്പൊ നമുക്ക് ഒരു കവിത അല്ലെങ്കിൽ ഒരു പാട്ട് പറഞ്ഞു തരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. ഇങ്ങനെ ഒരു വാക്ക് തന്നെ പല ആവർത്തി നമ്മൾ ചോദിച്ച് എന്നാലേ എനിക്ക് പോലും ഇപ്പൊ മനസ്സിലാവുള്ളൂ. ചെറുകാറ്റുപോലും 150 ഗാനങ്ങളോളം എവിടെ പോയാലും പുസ്തകങ്ങളായിരുന്നു. അങ്ങനെ ഒരുപാട് വായിക്കുമായിരുന്നു. ഒരു 40 വരിയുള്ള കവിതകളൊക്കെ ആണെങ്കിലും അതിങ്ങനെ മനസ്സിൽ കുറിച്ചിടും. അത് ഒരൊറ്റ വരി പോലും മറന്നുപോകാതെ നമ്മൾക്ക് പറഞ്ഞത്. ഇത് ഉദയൻ ചേട്ടനും വത്സല ചേച്ചിയും. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഉദയൻ ചേട്ടൻ കിടപ്പിലായിട്ട് ഏകദേശം 9 വർഷമായി. കിടപ്പിലായതിനു ശേഷമാണ് ചേട്ടൻ ഒരു കവിയായിരുന്നു വേണേ പറയാം. ചേട്ടൻ പറഞ്ഞു കൊടുക്കുന്ന ഓരോ വാക്കും ചേച്ചി എഴുതിയെടുത്തിട്ടാണ് അത് പിന്നീട് കവിതയായിട്ട് പുനർജനിക്കുന്നതും. എന്തായിരുന്നു ചേച്ചി ചേട്ടന്റെ അസുഖം? ചേട്ടനിപ്പോ പറഞ്ഞിട്ട് 9 വർഷമായി തുടങ്ങിയിട്ട് MND എന്ന് പറഞ്ഞ അസുഖമാണ്. അതായത് മോട്ടോർ ന്യൂറോൺ ഡിസീസ്. മസിലിന് വരുന്ന ഒരു കംപ്ലൈന്റ് ആണ്. മസിൽ ശരീരത്തിൽ നിന്ന് വേസ്റ്റ് ആയി പോകുന്നത് അതാണ്. അപ്പൊ അത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ആദ്യം ഒരു കയ്യനായിരുന്നു, വലത് കൈ, അത് കഴിഞ്ഞത് ഇടത് കൈയിലേക്കായി, ഇടത് കാല്, വലത് കാല്, അങ്ങനെ ഇപ്പൊ ശരീരം മൊത്തം തളർച്ച ബാധിച്ച്. കൈക്കൊന്നും ആദ്യം ഇങ്ങനെ ശക്തി ഇല്ലാണ്ടായോ? ശക്തി ഇല്ലാണ്ടായി. കൈവിരലുകൾ ഒന്നും തന്നെ അനക്കാൻ പറ്റൂല, എല്ലാ വിരലുകളും ഇങ്ങനെ തളർച്ച ബാധിച്ച്. നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാലോ. പെട്ടെന്ന് വെച്ചാൽ ഇത് തുടക്കം ഒരു കൈയുടെ ഷോൾഡറിൽ നിന്ന് ഒരു വേദന വന്നിട്ട് അത് നമ്മുടെ ഈ തള്ളവിരലിലേക്ക് ആ വേദന വല്ലാതെ വേദനിക്കും. അങ്ങനെ വേദന വന്ന് അപ്പൊ തന്നെ നമ്മള് ഡോക്ടറെ കാണിച്ച്. ചേട്ടൻ എന്തോ പറയുന്നുണ്ടല്ലോ? എന്തോ ആദ്യകാലങ്ങളിലൊക്കെ പിന്നെ ഇങ്ങനെ ഈ അസുഖം തുടക്കത്തിലെന്ന് പറഞ്ഞാൽ ഒത്തിരി വീഴുമായിരുന്നു. മസിൽസിന് ബാലൻസ് തെറ്റിപ്പോകും. അപ്പൊ നമുക്കറിയില്ലല്ലോ. അപ്പൊ എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. പെട്ടെന്ന് ഇപ്പൊ നടന്നു പോണ കാലങ്ങ് വീഴ്ച പോകുക, അങ്ങ് വീഴ്ച, അങ്ങനെ വീഴ്ച എന്ന് പറഞ്ഞാൽ ഒരു 10-20 വീഴ്ചയോളം വീണിട്ടുണ്ട്. പക്ഷെ ആ വീഴ്ചകളൊന്നും വലിയ കാര്യമായില്ലെന്ന് മാത്രം. എന്നാ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. എങ്ങനെയാ ചേട്ടൻ എഴുതാനുള്ള അസുഖം തുടങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ ഒരു 2 വർഷം വരെ വീണ്ടും ഓടുമായിരുന്നു. പക്ഷെ 2 വർഷം കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണമായിട്ട് ഇങ്ങനെ കുറെ ഒത്തിരി അങ്ങ് കൂടുതലായി വന്നു. അങ്ങനെ എന്തോ